എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. ഈശോ ജനിച്ച ദിവസമാണല്ലോ ക്രിസ്മസ്. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലും ഉദരത്തിലും ഈശോ ജനിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് ആ നിമിഷം മുതൽ ക്രിസ്തുമസ് ആയിരുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവ് സ്വർഗീയ ദർശനമനുസരിച്ച് പരിശുദ്ധ അമ്മയെ ഭാര്യയായി സ്വീകരിക്കാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിച്ച ആ നിമിഷത്തിൽ ഈശോ ഔസേപ്പ് പിതാവിൻ്റെ ഹൃദയത്തിൽ ജനിച്ചു. ആ നിമിഷം മുതൽ ഔസേപ്പ് പിതാവിന് ക്രിസ്തുമസ് ആയിരുന്നു. ആട്ടിടയന്മാർ മാലാഖമാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് പോകാൻ മനസ്സ് കാട്ടിയ ആ നിമിഷം ഈ ആട്ടിടയന്മാരുടെ ഒക്കെ ഹൃദയത്തിൽ ഈശോ ജനിച്ചു. അവർക്ക് ആ നിമിഷം മുതൽ ക്രിസ്തുമസ് ആയിരുന്നു. 3 പൂജ്യരാജാക്കന്മാർ പ്രകൃതിയുടെ ഭാവഭേദങ്ങളൊക്കെ മനസ്സിലാക്കി നക്ഷത്രം കണ്ട് ബെത്ലഹേമിലേക്ക് പോകാൻ മനസ്സ് കാട്ടിയ ആ നിമിഷം അവരുടെ ഹൃദയങ്ങളിലും ഈശോ ജനിച്ചു. അപ്പം മുതൽ അവർക്കും ക്രിസ്തുമസ് ആയിരുന്നു. നാമും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കുന്ന, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതം എന്താണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ക്രിസ്മസ് ആരംഭിക്കുന്നത്. നമ്മുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങളെ ദൈവത്തിൻ്റെ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനും ദൈവത്തിൻ്റെ വലിയ സ്വപ്നങ്ങൾക്ക് ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കണം. നമുക്ക് ചിന്തിക്കാം, എവിടെയാണ് ദൈവത്തിൻ്റെ വലിയ സ്വപ്നങ്ങളും നമ്മുടെ ചെറിയ സ്വപ്നങ്ങളും തമ്മിൽ പൊരുത്തപ്പെടാതെ പോകുന്നതെന്ന്. ദൈവത്തിൻ്റെ വലിയ സ്വപ്നങ്ങൾക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു.